അവിടെ റെസ്പെക്ട്ഫുൾ ആയി വിളിക്കുന്ന ഒരു വാക്ക് ഇവിടെ ഭയങ്കര അതെ അതെ അറിയാം, എല്ലാവർക്കും അറിയാം, പറയണ്ട. അപ്പൊ ഞാൻ സണ്ണിച്ചൻ ദൈവമായിട്ടാണ്. ഈ ലുക്കിലെ ദൈവം ഏത് ദൈവമാണെന്ന് ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക ദൈവം എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ ഒരു ഇപ്പൊ പുണ്യാളെന്നോ അങ്ങനെ അങ്ങനെ ഉണ്ടോ? ഇല്ല, ജാതിയൊന്നുമില്ല. ക്യാരക്ടറും ചെയ്യും. അതെ 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 ചെയ്യും. ഭയങ്കര അടിപൊളി. സൈചേട്ടൻ തന്നെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഭയങ്കര സേഫുമാണ്. അതെ, സേഫ് സപ്പോർട്ടിംഗ് ആണ് എപ്പോഴും പറയാറ്. അത് ഫീൽഡ് ഔട്ട് ആവില്ല. ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒരു നല്ല മനുഷ്യൻ എന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇമേജ് ഉള്ള ഒരാള് ഇരുന്ന് കേൾക്കും. മമ്മൂക്ക എന്തായാലും കംഫർട്ടബിൾ ആക്കി കാണും, കാരണം നല്ല ടെൻഷൻ കാണുമല്ലോ. ഭയങ്കര പേടിയായിരുന്നു, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ വിറക്കിയിരുന്നു, എനിക്ക് അങ്ങനെ കാണുമ്പോഴേ അറിയാം. ഡാഡയൊക്കെ ഹിറ്റായി തമിഴില് നിറയെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് കല്യാണം കഴിച്ചു പോയല്ലോ അല്ല ആ പോയല്ലോ ആണ്. അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. ഹായ്, ഇന്ന് എന്റെ കൂടെ ഉള്ളത് സൈജു കുറുപ്പ്, സണ്ണി വെയിൻ, അപർണ ദാസ് ആൻഡ് വൈശാഖ്. വെൽക്കം. സൈജു കുറുപ്പ് പ്രസൻസ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. എന്തുകൊണ്ട് അത് തന്നെ ആ മുകളിലെ വരി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് അഭിനയത്തിലപ്പുറം അങ്ങനെ ഒരു തീരുമാനം? കുറച്ചു മുമ്പ് വേറെ ആളിനോട് ചോദിച്ചു, സൈജു കുറുപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞോണ്ട്. ഞാൻ ആക്ച്വലി നേരെ തിരിച്ചാണ് ഉദ്ദേശിച്ചത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് കൊണ്ട് എനിക്കൊരു ബ്രാൻഡാകാൻ പറ്റുവാണെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ സനൂപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഉടനെ ഓക്കെ എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഭയങ്കര രസമുള്ള പടമായിട്ട് എനിക്ക് ഭയങ്കര രസമുള്ള കഥ, നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല മ്യൂസിക്, എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ഒരു ഒന്നിൽ കൂടുതൽ നല്ല മെസ്സേജുകൾ കൊടുക്കുന്ന ഒരു സിനിമ, ഏതൊരു ഏജ് ഗ്രൂപ്പിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ആര് കണ്ടാലും എന്ത് പടം അവർ എടുത്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് വൃത്തികേട് അവർ കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ. ഒരു സീനിൽ പോലും നമ്മൾ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരേപോലെ വളരെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈനർ ആണ്. സോ അങ്ങനത്തെ ഒരു പടത്തിൽ എന്തുകൊണ്ട് നമ്മുടെ ഒരു പ്രസൻസിൽ വന്നാൽ നമുക്കൊരു കുഴപ്പമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് നമ്മൾ ഡൗട്ട്ഫുൾ ആകുന്നത്, വേണോ വേണ്ടോ എന്നുള്ളൊരു സാധനം വരുന്നത്. പക്ഷെ ഇതിൻ്റെ അത് അങ്ങനെയൊന്നുമില്ല. അതാണ് കാരണം. ആക്ടിങ് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ ഈ ഒരു പടം, ഈ പടത്തിൽ അഭിനയിച്ചല്ലേ, ഈ പടത്തിൽ അഭിനയിച്ചതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, ദൈവത്തിനെ പറ്റിയുള്ള ഒരു പടം. എനിക്ക് ഫാന്റസി സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫാന്റസി സിനിമ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും അധികം കണ്ടത് അനിൽ കപൂറിന്റെ, ശേഖർ കപൂർ ഡയറക്ട് ചെയ്ത മിസ്റ്റർ ഇന്ത്യ. ഭയങ്കര രസമായിരുന്നു. അനിൽ കപൂർ ആ വാച്ച് കിട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് അപ്രത്യക്ഷമാവും. എന്നിട്ട് പുള്ളി വില്ലന്മാരെ അടിക്കുന്നു, അതിനിടയ്ക്ക് വാച്ച് നഷ്ടപ്പെട്ടു പോകുന്നു പുള്ളിയുടെ. അപ്പം ഉടനെ വില്ലനൊക്കെ പുള്ളിയെ കാണാൻ പറ്റുന്നു. പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് പുള്ളി ഒളിച്ചു പോയി ആ വാച്ച് കരസ്ഥമാക്കി വീണ്ടും തിരിച്ചടിക്കുന്നത്. ഒരു ടെൻഷൻ ബിൽഡപ്പ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ എത്രയും പെട്ടെന്ന് വാച്ചിലേക്ക് പുള്ളി എത്തണം എന്നൊക്കെ ഉള്ളൊരു വാച്ചല്ലായിരുന്നു, എന്തോ റിസ്റ്റ് ബാൻഡ് സാധനമായിരുന്നു. അപ്പം ഫാന്റസി സിനിമ നമ്മൾ ഏതെടുത്താലും, പിന്നെ ഞാൻ ഹിന്ദിയിൽ തന്നെ തക്ദീർവാല എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇതും പപ്പൻ പ്രിയപ്പെട്ട ഫാന്റസി ജോണറിൽ വരുന്ന സിനിമകളാണല്ലോ. അതും ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഹ്യൂമറസും ഇമോഷനൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ദൈവത്തിനെ പറ്റിയുള്ളൊരു സിനിമ, ദൈവം ഒരു മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു കോമഡി മാത്രം പറയുന്നൊരു സിനിമയാണ്. പക്ഷെ എൻ്റെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറി ഞാൻ കേട്ടപ്പോൾ ഇത് അതിനേക്കാളും അപ്പുറമാണ്. കോമഡിയൊക്കെ ഉണ്ട് ആവശ്യത്തിന്, പക്ഷെ ഒരു ഉഗ്രം മെസ്സേജും കൂടെ തരുന്ന ഒരു സിനിമയാണ്. നമ്മൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സിനിമകൾ കാണുമ്പോഴത്തേക്കും സിനിമയായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ്. ഇനി സിനിമ റിയലായിട്ട് കാണണമെങ്കിൽ അതിൻ്റെ അകത്ത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമ, അതും ഈ പറഞ്ഞ പോലെ നമുക്കൊരു സോർട്ട് ഓഫ് ഫാന്റസിയാണ്. ഫാന്റസി തന്നെ ഒരു ചെറിയ ഫാന്റസിയാണ്. ആ സിനിമ കണ്ടിട്ട് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത്
ഇനിയിപ്പം ഞാൻ ആ സിനിമയിൽ ചെയ്ത പോലെ ഇയാൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. സോ വൺ പേഴ്സൺ ഈസ് കമ്മിങ് ബാക്ക് ടു ലൈഫ്, ഹീസ് റിയലൈസിങ് ഹിസ് മിസ്റ്റേക്സ്. അപ്പോൾ അയാളൊരു നല്ല കാര്യം എടുത്തിട്ടാണ് പുള്ളി അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. അതേപോലെ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും മിനിമം ഒരാളെങ്കിലും അങ്ങനെ ചിന്തിച്ചാൽ, അതായത് നമ്മുടെ ഇന്നർ സെൽഫിനെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക, അപ്പം നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ സിനിമ പറയുന്നത്. ദൈവം പ്രത്യക്ഷപ്പെട്ട ഉടനെ ഒരു വരം തന്നിട്ട് എന്നാ പിന്നെ ഇനി നിന്റെ ആ പ്രശ്നം ശരിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപ്രത്യക്ഷനാവുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം എങ്ങനെയാണ് നിനക്ക് പ്രശ്നം ഉണ്ടായത്, അതെങ്ങനെ നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഈ റൂട്ടിൽ കൂടെ പോയാൽ നീ തന്നെ അത് സോൾവ് ചെയ്യണം. അത് നീ റൂട്ടിൽ കൂടെ പോയാൽ നിനക്ക് ഓട്ടോമാറ്റിക്കലി നിനക്ക് തന്നെ മനസ്സിലാവും അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. അതാണ് സണ്ണിയുടെ കഥാപാത്രം, എന്റെ കഥാപാത്രം ജിജോയോട് പറയുന്നത്. ഓക്കെ, സണ്ണിച്ചൻ ദൈവമായിട്ടാണ് ഈ ലുക്കിലെ ദൈവം ഏത് ദൈവമാണെന്ന് ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക ദൈവം എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ ഒരു ഇപ്പൊ പുണ്യാളെന്നോ അങ്ങനെ അങ്ങനെ ഉണ്ടോ? ഇല്ല, ജാതിയൊന്നുമില്ല. സാധാരണക്കാരെ പോലെയാണ് പ്രസന്റ് ചെയ്യുന്നത്. എവിടുന്നോ വരുന്നു, ഭൂമിയിലേക്ക് വരുന്നു, ഭൂമിയിലുള്ള ആളുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ സിനിമയിൽ വരുന്നത് ഒരാളെ കണ്ടുപിടിച്ചിട്ടാണ് വരുന്നത്. പുള്ളിയെ കാണുന്നതിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. പിന്നെ ഈ ലോകത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിയെ ബോധവാനാക്കാൻ ശ്രമിക്കുന്ന ദൈവം. പിന്നെ ഇതിനകത്തൊരു രസമുള്ള എന്താ പറയാ, ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ ദൈവം എന്ന് പറയുമ്പോൾ. എനിക്കതിനകത്ത് കുറച്ച് ക്യാച്ച് ചെയ്തു. ലുക്ക് എങ്ങനെയാ ആലോചിക്കുന്നത്? അങ്ങനെ ഹെയർ അധികവും ലോങ് ഹെയർ നമ്മൾ കാണാറുണ്ട്, പക്ഷെ ഈ ഒരു ലുക്കിലേക്ക് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാ? ദൈവം ഇങ്ങനെയായിരിക്കാം, അപ്പൊ ഈ ഹെയർ സ്റ്റൈലും ആ ഒരു ലുക്കിലേക്ക് ദൈവം എന്നുള്ള ലുക്ക് കൊണ്ടുവരാണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കാണിക്കാലോ. അപ്പൊ ഈ ഗോൾഡൻ കളർ എന്തായിരിക്കും ദൈവമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവാ? അതൊരു ചോദ്യമാണ്. ഞാൻ അങ്ങനെയല്ല പോസിറ്റീവ്ലി ചോദിച്ചത്. അല്ല അത് ശരിക്കും ഒരു ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. ബട്ട് ഡയറക്ടറുടെ മനസ്സിൽ സണ്ണി വെയിൻ തന്നെയായിരുന്നു ദൈവമായിട്ട് അഭിനയിക്കേണ്ടത്. സോറി, അത് കാരണം ഫെബി ഞങ്ങൾ ചോദിക്കേണ്ടതില്ല. ഫെബി പറഞ്ഞത് സണ്ണി വെയിൻ ആണെങ്കിൽ നല്ലതായിരിക്കും. കാരണം പുള്ളിയുടെ ഒരു ഓൺ സ്ക്രീൻ ഇമേജും ഇപ്പം സണ്ണി നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് ആൾക്കാർ അത് ആ സിനിമയിലെ കഥാപാത്രം പറഞ്ഞുകൊണ്ട് മനസ്സ് വെച്ചുകൊണ്ടിരുന്നിട്ടില്ല അയാൾ നെഗറ്റീവ് ആണെന്നുള്ളത്. ചില കഥാപാത്രങ്ങൾ നമ്മൾ അങ്ങനെ വിചാരിക്കാറുണ്ട്. അതായത് ഇനിയിപ്പം ഈ ആക്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അയാൾ നെഗറ്റീവ് ആണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അപ്പം ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒരു നല്ല മനുഷ്യൻ എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇമേജ് ഉള്ള ഒരാള് അപ്പൊ അങ്ങനെ ഒരു ഇമേജ് ഉള്ള ഒരാള് ഗോഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ സണ്ണിയുടെ വോയിസ് ഭയങ്കര സപ്പോർട്ടിങ് ആണ് ആ കഥാപാത്രത്തിന്. പിന്നെ താടിയും മീശയും മുടിയും കൂടെ വളർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗൗൺ എന്ന് പറയാം, സണ്ണി ദൈവമായിട്ട് നമ്മൾ കാണുന്ന ആ ഗൗൺ കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എവിടെയോ ഇങ്ങനെയായിരിക്കും ദൈവം ശരിക്കും ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. പറയൂ, എന്താ ഇത് പറഞ്ഞിട്ട് ഒന്നും പറയാനില്ല. ആക്സെപ്റ്റഡ്. ഇങ്ങനെ ഒരു കഥ ഡയറക്ടർ അല്ലെങ്കിൽ അവരുടെ റൈറ്റേഴ്സ് എല്ലാവരും കൂടി എഴുതി ഉണ്ടാക്കും. ആ സമയത്ത് ഞാനില്ല, അവരെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവര് നമ്മളെ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ കഥ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ കഥാപാത്രമായിട്ട് തന്നെ കാണാൻ പറ്റുക എന്നുള്ളതാണ് എന്റെ വാർത്ത. അപ്പൊ പിന്നെ ഈ കഥ കേൾക്കുമ്പം ഇതിനകത്തിപ്പം ആസ് ആൻ ആക്ടർ ചാലഞ്ച് ഉണ്ടോന്ന് വെച്ചാൽ ഒരു ചാലഞ്ച് ഉണ്ട്. കൺവിൻസിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. റോഡായിട്ട് വരുവാന്ന് പറഞ്ഞു ആളുകൾ കാണുകയും തോന്നരുത് അങ്ങനെ ഒരു തോന്നൽ. അപ്പൊ ആ കോൺഫിഡൻസ് എനിക്ക് അത് കഥ നറേറ്റ് ചെയ്യുന്ന സമയത്തും അത് നമുക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും.
എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ഉം. അങ്ങനെ ആണ് നമ്മൾ ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്. പിന്നെ സിനിമയിലിട്ട് വന്ന സമയത്ത് ഇതിനകത്ത് തരുന്ന കോസ്റ്റ്യൂംസ് ഉം. അതെല്ലാം ഇട്ട് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ, നമുക്ക് ഗോഡായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള കുറച്ചുകൂടെ ഓവർ കോൺഫിഡൻസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഇത് ഇപ്പം സിനിമ എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ ടോട്ടലി സിനിമ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഗോഡായിട്ട് കൺവിൻസിങ് ആണ്. ഉം. അടുപ്പിച്ച് സിനിമകൾ വരുന്ന ഒരു സമയമാണ് അല്ലേ? ആനന്ദ് ശ്രീ കമ്പാരിറ്റീവ്ലി കരിയർ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ അടുത്തടുത്ത് സിനിമകൾ വന്ന സമയമാണ്. അപ്പം എന്തായിരുന്നു ഇതിലൊരു റോൾ, എന്താണ്, എങ്ങനെയാണ് പരിപാടി? ഇതില് സൈജുചേട്ടന്റെ ക്യാരക്ടറുടെ വൈഫ് റോളാണ്. ഭയങ്കര രസമുള്ള, കുറച്ച് സ്ക്രീൻ സ്പേസേ ഉള്ളെങ്കിലും ഭയങ്കര രസമുള്ള സീരീസിൽ വരുന്ന ഈ ജിജോ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് റോളുള്ള ഒരു ക്യാരക്ടറാണ്. എന്റെ ക്യാരക്ടറിലൂടെ കുറച്ച് ഇമോഷണലി കൂടെ ആൾക്കാർക്ക് കണക്ട് ആവും സിനിമ. ഓ, ആനന്ദ് ശ്രീ ബാലയിലല്ലേ ഒന്നിച്ചുണ്ടായിരുന്നത് ആദ്യം? അപ്പൊ ഈ കോമ്പോയിലും ഒരു ഫ്രഷ് കോമ്പോ തന്നെ ഏകദേശം പറയാം അല്ലേ? സൈജുചേട്ടന്റെ കൂടെ ഞാൻ ആനന്ദ് ശ്രീബാലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നില്ല അതില്. ആക്ച്വലി നമുക്ക് ഒരു സീൻ മാത്രമേ കോമ്പിനേഷൻ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു ക്രൂരൻ കം നല്ല പോലീസ് ഓഫീസറാണ്. ഇതില് ഹസ്ബൻഡാണ്. അപ്പം എനിക്ക് ചീത്ത പറയാൻ പറ്റുന്ന ഹസ്ബൻഡ് ആയിട്ടാണ്. അതിലെനിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത. പിന്നെ സണ്ണീസിന്റെ ക്യാരക്ടർ ദൈവമാണല്ലോ. അപ്പൊ ദൈവം ഈ സിനിമയിലുള്ള എല്ലാവരും കൂടെ ഉണ്ട്. ദൈവത്തിന് കാണാം, ദൈവത്തിനെ കാണാൻ പറ്റൂല. ഓ, ദൈവത്തിന് കാണാനേ പറ്റൂ, ദൈവത്തിനെ കാണാൻ പറ്റില്ല. അല്ല, നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാം. ജിജോന് മാത്രമേ ദൈവത്തിനെ കാണാൻ പറ്റൂ. ജിജോന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടല്ലോ. അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു സാധനം അത് ഓൾറെഡി ഒരു ഇന്റർവ്യൂല് നമ്മൾ പറഞ്ഞത്. എല്ലാ ഇന്റർവ്യൂ കൂടെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏതാ പറഞ്ഞെന്ന് ഓർമ്മയില്ല. യെസ്, മമ്മൂക്കയുടെ വില്ലൻ. ഇല്ല, ഞാനങ്ങനെ ടാഗ് ഒന്നും തരുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നതാണല്ലോ ഒബിയസ്ലി ഓർമ്മ. അപ്പൊ ഇവിടെ എന്താ ഈ ഒരു സിനിമ സെലക്ട് ചെയ്യാൻ ഒരു റീസൺ? ഇതിന്റെ കഥ തന്നെയാണ്, ഒരു കൺസെപ്റ്റ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ദൈവം പ്രത്യക്ഷപ്പെടുന്ന പരിപാടി. ഞാനൊക്കെ മുമ്പത്തെ ഇന്റർവ്യൂല് പറഞ്ഞു തന്നെയാണ്, ഞാനൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ട് മരങ്ങളൊക്കെ തന്നായിരുന്നെങ്കിൽ ലൈഫും സെറ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ത്രൂ ഔട്ടുള്ള ഈ ഒരു ക്യാരക്ടർ ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ഒരു ക്യാരക്ടർ തന്നെയാണ്. വിഷ്ണു എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ഇപ്പൊ സഹിച്ചോട്ടം പറഞ്ഞ പോലെ ജിജോ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. ജിജോന് അവന്റെ വഴി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു റൂട്ട് കാണിച്ചു കൊടുക്കുന്നു. ആ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ടുകൂട്ടുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. രണ്ട് പിള്ളേരുണ്ട്, ആൻമരിയൊക്കെ പോലെ പിള്ളേർക്കും കൂടെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു പടമായിരിക്കും. ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്യുന്ന രണ്ട് കുട്ടികളാണ്. എന്താ അവരുടെ പേരെന്താ? ഒന്ന് ഞങ്ങളുടെ മകളായിട്ട് അഭിനയിച്ചത് മെഹർ, മെഹക്ക്. മറ്റേ കുട്ടിയുടെ പേര് വിട്ടുപോയി. പത്മരാഗ. ഷീസ് ഫ്രം ചെന്നൈ അല്ലേ? ചെന്നൈയിൽ നിന്നാണ്. ഷാൻ റഹ്മാൻ മ്യൂസിക്കൽ. അങ്ങനെ ഒരുപാട് ആക്ച്വലി നല്ല നല്ല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ ഒന്നും കാണാത്തോണ്ട് നമുക്ക് എന്തായിരിക്കും ഷാനിക്ക ചെയ്ത് വെച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നല്ല പ്ലസന്റ് മറ്റേ എന്താ പറയുക, പ്ലീസിംഗ് ആയിട്ടുള്ള മ്യൂസിക് എന്ന് പറയുന്നത്, സ്മൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക് ഞാൻ കേട്ടത് വരെ അങ്ങനത്തെ നല്ല കുറച്ച് ട്രാക്സ് ഉണ്ട് ഇതിനകത്ത്. ഭയങ്കര രസമുള്ള ഈ ഷാനിക്കയുടെ മ്യൂസിക്സ് ഇഷ്ടമുള്ള ടൈപ്പ് മ്യൂസിക് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേൾക്കും. നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാലും അത് ഓഡിയൻസിന് കേട്ട് തന്നെ അറിയണം. അടിപൊളിയായിരിക്കും. നിങ്ങളുടെ കോമ്പിനേഷനിൽ ആട്, അലമാര, ആൻമറിയ, പോക്കിരി സൈമൺ, പിന്നെ ഏതൊക്കെയോ കുറെ ഇല്ലേ? സൈജേട്ടനുള്ള പടങ്ങൾ എല്ലാവരോടും കൂടി സൈജേട്ടൻ ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷെ സൈജു ചേട്ടൻ ഒരു ഇത് എല്ലാവരോടും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എനിക്ക് കവർ ചെയ്തില്ല മലയാളം ഇൻഡസ്ട്രി. ഇപ്പം ഈ ജസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഹീറോസ് ഇല്ല, നസ്ലൻ, മാത്യു, ഇവരുടെയൊക്കെ ഒരു ഇതിൽ വന്നാണ് അഭിനയിച്ചു കഴിഞ്ഞു. മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചു. ഇപ്പം രാഹുൽ സദാശിവന്റെ പടം മിക്കവാറും പേരൊക്കെ കവർ ചെയ്തു. പഴയ ആൾക്കാരാണ്, സീനിയേഴ്സ് ആയിട്ടുള്ള ഹീറോസും ഒക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ലെജൻഡ്സ് ലൈക്ക് ജഗതി ചേട്ടൻ, തിലകൻ ചേട്ടൻ.
കരുണ ചേച്ചിയായിട്ട് ഡോൾഫിൻ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ കോമ്പിനേഷൻ ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി ദാറ്റ് ഐ വാസ് പാർട്ട് ഓഫ് ദാറ്റ് മൂവി. ഷി വാസ് ദ ലീഡ് ലേഡി ഇൻ ദാറ്റ് മൂവി ഡോൾഫിൻസ്. അങ്ങനെ കുറേ പേര് legends ആയിട്ട്. സാജു ചേട്ടൻ്റെ ഫിലിമോഗ്രാഫി എടുത്തിട്ട് എനിക്കതിന്ന് സെർച്ച് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ച് സണ്ണിച്ചൻ്റെ ഫിലിമോഗ്രാഫി എടുത്തിട്ട് ഇതിൽ ഏതൊക്കെ ഉണ്ടാവുമെന്ന് ഞാനിങ്ങനെ നോക്കിയതാ. പക്ഷെ അതും കുറേ ഉണ്ട്. അപ്പോൾ ഓർമ്മയിൽ എനിക്ക് ഇതൊക്കെയാ പെട്ടെന്ന് വന്നത്. കാരണം അല്ല, correct ആയി. ഇതൊക്കെയാണ് അതിൽ കൂടുതലില്ല, 4-5 തന്നെ. ആ ആട് കണ്ടു, പോക്രി സൈമൺ, ആൻമറിയ, അലമാര. ഞാനൊക്കെ നോക്കി. പിന്നെ കുറേ ഉണ്ട്. പിന്നെ എനിക്ക് ചിലപ്പം 2 കണക്ഷൻ ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മെമ്മറിയിൽ നിൽക്കില്ല. എനിക്ക് ക്യാരക്ടറും ചെയ്യും. അതെ ചെയ്യും. സോ ദാറ്റ്സ് ആക്ച്വലി ഭയങ്കര അടിപൊളി. സൈചേട്ടൻ തന്നെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഭയങ്കര സേഫും ആണ്. അതെ സേഫ് സപ്പോർട്ടിംഗ് ആണ്. സേഫ് സപ്പോർട്ടിംഗ് ആണെന്നാ എപ്പോഴും പറയാറ്. അത് ഒരിക്കലും ഫീൽഡ് ഔട്ട് ആവില്ല. അങ്ങനെയൊന്നും പറയണ്ടത്. അല്ല, സണ്ണിച്ചൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്ന് ഈ ഒരു ട്രാക്കിലേക്ക് പോകുന്നുണ്ടോ? സേഫ് സപ്പോർട്ടിംഗ് ആണെന്നുള്ള ട്രാക്ക്, അല്ലെങ്കിൽ 2 ഹീറോസ് ഉള്ളതാ കുറച്ചുകൂടെ സേഫ്, അങ്ങനെ ഒരു ട്രാക്ക്? സിനിമയുടെ ഒരു കഥ ഇഷ്ടപ്പെട്ടു, അതിനൊരു ഡയറക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്കത് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് പാട്ടാണ് സിനിമയുടെ ഭാഗമാണല്ലോ. അത് ഹീറോ ആണെങ്കിൽ ഹീറോ, സപ്പോർട്ടിംഗ് ആണെങ്കിൽ നല്ല കാലങ്ങളിൽ എനിക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനെപ്പോഴും ഒരു സ്ക്രീൻ പ്ലേ നമ്മൾ കൺവിൻസ്ഡ് ആവണമെന്നാണ് ഫസ്റ്റ്. ഇന്നലെ ഇപ്പോൾ ഒരു സിനിമ വന്നപ്പം അതിനകത്ത് ഒരു ഈക്വൽ ക്ഷമിക്കാൻ പറ്റില്ല. അപ്പം ഡയറക്ടർ നമ്മുടെ സുഹൃത്താണ്, സിനിമ നല്ല രസമുള്ള സിനിമയാണ്. പക്ഷെ എനിക്ക് വന്നിട്ടുള്ള ക്യാരക്ടർ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നേരത്തെ ഒരു പടത്തിന്റെ പാട്ടാണ് എന്തെങ്കിലും അത് ചെയ്യണ്ടാവും അതല്ലേ. ആളുകൾക്കത് പിന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷെ ഒരു ഹീറോ എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ കുറച്ച് നാൾ നമ്മൾ ഹീറോ ആയിട്ട് പടം ചെയ്തില്ല എന്ന് കരുതുക. അപ്പോൾ വരുന്ന നമുക്കൊരു എന്നാ പിന്നെ ഈ കിട്ടുന്ന സ്ക്രിപ്റ്റുകളിലൊന്നും സെലക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. ഇപ്പം പുറത്തുനിന്നുള്ള ഒരു സർക്കിളിൻ്റെ ഒരു പ്രഷറും അതൊക്കെ പൊതുവെ ഹീറോസിന് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്ന ഒരാളാണോ? ഹീറോ ആയിട്ട് ഇപ്പം സ്ക്രീൻ പ്ലേയിലൊക്കെ ഒരുപാട് വരാറുണ്ട്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മളത് ചെയ്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനം അങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നത്. നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആയിട്ടുള്ള സംഭവമേ സേഫ് സംഭവം മാത്രമല്ല, സേഫ് സോൺ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപർണ അപ്പുറത്ത് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഞാൻ ഇത് കേട്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം പെരുവാനിയുടെ സമയത്തും കേട്ട് പരിചയമുള്ളതുകൊണ്ട് മനസ്സിലായി. അപ്പുറത്ത് സർക്കിട്ട് നടക്കുന്നുണ്ട് പ്രൊമോഷൻ. ഇവിടെ വൈഫും ഹസ്ബൻഡും ഒരേ സമയം പ്രൊമോഷൻ പോകുന്നു. അയ്യോ, ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇന്നലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ കിടന്നുറങ്ങി. അപ്പൊ എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് 2 പേരും ഒരേ സമയത്ത് എഴുന്നേറ്റ് നമുക്കൊരു സമാധാനം. ഉറങ്ങുമ്പോ അതിനേക്കാളും വേറെ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട്. പിന്നെ എനിക്ക് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേക്കുമ്പോ ഒരാൾ കിടന്ന് ഉറങ്ങുമ്പോ എനിക്ക് അപ്പൊ ആ പടത്തിന്റെ പ്രൊമോഷൻ നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ കൊടുക്കേണ്ടി വരും. കാരണം ഇതിന്റെ പ്രൊമോഷൻ അവിടെ കൊടുക്കാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? നേരത്തെ പറഞ്ഞില്ലേ? ഫോൺ എടുത്തില്ല. ആണോ? എന്നാ കൊടുക്കണ്ട, എന്നാ വേണ്ട, പ്രൊമോഷൻ ഇല്ല സർക്കാർ. വീട്ടിലേക്ക് പോണ്ടേ പറഞ്ഞു. അതവിടെ പറയാൻ നേരത്തെ ഏൽപ്പിക്കും. മുമ്പൊക്കെ ആക്ട്രസസ് പറയും കല്യാണം കഴിഞ്ഞ ഏർലി ഡേയ്സിൽ ഓഫ് കോഴ്സ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുള്ളൊരു ഇത് ഒരുപാട് പേർക്കുണ്ട്. അത് കഴിഞ്ഞ് വന്നവർ പറഞ്ഞു ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞല്ലേ, ഇവർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അത് കുറേ മാറിയൊരു സമയത്താണ് ഇപ്പം പറഞ്ഞൊക്കെ റോൾസ് ചെയ്യുന്നത്. പക്ഷെ എത്ര മാറിയിട്ടുണ്ട്? കംപ്ലീറ്റ്ലി ചേഞ്ച് ഉണ്ടോ? അത് ഇനീഷ്യൽ ഡേയ്സിൽ അതേപോലെ തന്നെയാണോ ഇപ്പോഴും, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള? അങ്ങനെ ഇപ്പൊ എല്ലാവരും അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പോട്ടെ, സിനിമാക്കാർ മാറിയാലും ഓഡിയൻസ് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അയ്യോ ഡാഡയൊക്കെ ഹിറ്റ് ആയി, തമിഴില് നിറയെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് കല്യാണം കഴിച്ചു പോയല്ലോ അല്ല ആ പോയല്ലോ ആണ് അങ്ങനെ സംസാരിക്കുന്നവരും ഉണ്ട്. അപ്പം
അത് പക്ഷെ വി കാൻ ഡു അത് സ്ലോലി ഇറ്റ് വിൽ ചേഞ്ച്. ഒറ്റ ദിവസം കൊണ്ട് അത് മാറ്റാനൊന്നും പറ്റില്ല. ഇപ്പൊ ഞാൻ ഇനി കല്യാണം കഴിഞ്ഞാലും ഞാൻ അഭിനയിക്കും. എനിക്ക് പറ്റുന്ന കാലം വരെ ഞാൻ അഭിനയിക്കും. അപ്പം എന്റെ വീട്ടിലും സപ്പോർട്ടാണ്. അതുപോലെ ദീപക്കേണ്ണും അഭിനയിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടാണ് പുള്ളി അഭിനയിക്കുന്നത്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം നമുക്കൊരു കുഴപ്പമില്ല. അപ്പൊ മേ ബി അങ്ങനെ എല്ലാവരും പ്രൂവ് ചെയ്യണം പോസിബിൾ ആണെന്നുള്ളത്. അപ്പൊ മാറുമായിരിക്കും. ഓൾറെഡി ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നത് മാറി. എനിക്ക് തോന്നുന്നു തമിഴിലൊക്കെ ഇപ്പോഴും അത് ഉണ്ട് അല്ലേ? ബിക്കോസ് കല്യാണം കഴിഞ്ഞത് കൊണ്ട് ഇനിയിപ്പം അങ്ങനെ ഒരു കോളേജ് റോളിലോ അല്ലെങ്കിൽ ഒരു യങ് ഹീറോയിന്റെ വൈഫായിട്ട് ഐ മീൻ പെയറായിട്ട് ചെയ്യുമ്പോ ഇവര് ചിന്തിക്കും അയ്യോ ഇത് ഓൾറെഡി പ്രായം കൂടിയ ഫീല് ആൾക്കാരുടെ ഉള്ളിൽ വരും. കല്യാണം കഴിഞ്ഞാൽ പ്രായമായി. പക്ഷെ ഒരു 40 വയസ്സിൽ കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ യങ് ആയിട്ട് അഭിനയിക്കാന്നുള്ളത്. ഹീറോയുടെ ഏജും അവിടെ നോക്കുന്നില്ല. അതെ, എല്ലാം അങ്ങനെയാണല്ലോ. തുടക്കം പോലെ അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. പുഴു കണ്ട ശേഷേ ആൾക്കാരൊക്കെ പിന്നെ എങ്ങനെയാ, കാരണം തണ്ണീർമത്തനൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനൊരു റോൾ ഇത്രയും ഡെപ്ത് ഉള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞ് പിന്നെ ഓഡിയൻസിന്റെയും കാണുന്ന ആളുകാരുടെ ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പുഴു ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. മൂവി അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല, പക്ഷെ എന്നാൽ പോലും ആ ക്യാരക്ടർ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആർക്കും അറിയാം, ഞാനും അവരോടും പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ കണ്ടവർക്കൊക്കെ ക്ലൈമാക്സിലെ ഒരു പോർഷനിൽ മാത്രമേ ശരിക്കും എന്റെ ഒരു പരിപാടി ഉള്ളൂ. ഈ ക്ലൈമാക്സിലാണ് നമുക്കെന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഈ ഒരു പരിപാടി. അപ്പൊ ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ മൂവി കണ്ടപ്പോ എല്ലാവരും ഷോക്കായി. പിന്നെ എല്ലാവർക്കും മമ്മൂക്കടൊപ്പമുള്ളതേ ഉള്ളൂ. അതിന്റെ വിശേഷങ്ങൾ എങ്ങനെ ഉണ്ടായി ഇതൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നതൊക്കെ. എങ്ങനെയൊരു മമ്മൂക്ക എന്തായാലും കംഫർട്ടബിൾ ആക്കി കാണും, കാരണം നല്ല ടെൻഷൻ കാണുമല്ലോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ വിറക്കിയിരുന്നു. എനിക്ക് അങ്ങനെ കാണുമ്പോഴേ വരും. എന്നിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടിങ്. എനിക്ക് ഡയലോഗൊക്കെ പറഞ്ഞുതരും, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗൊക്കെ പറഞ്ഞുതരും. അങ്ങനെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. എനിക്ക് ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞ് പോകുന്നതിന്റെ ടൈമിൽ എനിക്ക് മമ്മൂക്കയുടെ ഒരു ഓൺ ഷർട്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. അങ്ങനെ ഭയങ്കര അടിപൊളി. പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നോ? പിന്നെ കണ്ടിട്ടില്ല, ഇല്ല. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു. ഈ പറഞ്ഞ അലമാരയില് നിങ്ങൾ ഈ അലമാര എടുക്കാൻ പോകുന്നത് അത് എടുക്കുന്നതൊക്കെ ഭയങ്കര രസമുള്ള ഒരു സീനാണ്. ഒരു വർക്കിംഗ് എങ്ങനെയായിരുന്നു അലമാരയില്? നല്ല രസമാണ് ടീം. എപ്പോഴും ബാംഗ്ലൂരാണ് കൂടുതലും ഷൂട്ട് ഉണ്ടായിരുന്നത്. അലമാര കൊടുക്കുന്നത് ഭയങ്കര രസമുള്ള ഒരു പരിപാടി. അതെ, മാമന എന്തോ ആയിട്ട് മണികണ്ഠൻ ചേട്ടന്. എന്റെ സ്റ്റോറി മഹേഷ് ഗോപാലിന്റെയാണ്. മഹേഷ് ഗോപാലായിരുന്നു മധുരമനോരമത്തിന്റെ വണ്ണപ്പുറം. മഹേഷിന്റെ ആദ്യത്തെ സ്റ്റോറി സിനിമയാണെന്നാണ് അലമാര. പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി കണ്ടിട്ടുള്ള ഒരു കഥയാണ്. അത് രസമുള്ളൊരു പടമായിരുന്നു. അന്നേരക്ക് ശേഷം അതെ അതെ. പിന്നെ ജോൺ മന്ത്രിക്കലാണ് എന്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ രേഖാചിത്രം. ജോൺ മന്ത്രിക്കലാണ് ജനമൈത്രി ചെയ്തത്. അത് പുള്ളി ഡയറക്ടർ കൂടെ ചെയ്തു. നിങ്ങളുടെ ഒരു ഹീറോ പരിപാടി അത്യാവശ്യം അല്ലേ? അതെ, ഒരു സെക്കൻഡ് എന്ന് പറയും. ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? ഞങ്ങളുടെ ഞാൻ വാചാലനാണ്. അത്രയും സന്തോഷത്തെ സണ്ണിച്ചൻ പറയുള്ളൂ. സണ്ണിച്ചൻ പറയാതിരിക്കും, അങ്ങോട്ട് മടിച്ചിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പുള്ളിക്ക് തോന്നുന്നത്. നമുക്ക് എപ്പോ വിളിക്കണം തോന്നിക്കഴിഞ്ഞാലും വിളിക്കാൻ പറ്റുന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വിളിക്കുമ്പോൾ മുത്തേന്ന് വിളിക്കും, ഞാൻ ബായെന്ന് വിളിക്കും. പിന്നെ പിന്നെ ഇപ്പൊ എനിക്ക് ഞാൻ കണ്ട് തുടങ്ങിയത് ആട് മുതലാണ്. ഞാൻ കണ്ടു തുടങ്ങിയത് അന്ന് ഒരു ഇന്ന് വരെ ഈ സിനിമയിലേക്ക് വിളിക്കുമ്പോഴാണെങ്കിൽ പിന്നെ ഈ സിനിമയിലേക്ക് വരുന്നതിന്റെ തീരുമാനം എടുക്കുന്നതിന് മുന്നേ സജീവമായ വ്യക്തി ഞാൻ സംസാരിച്ചിട്ടാണ് തീരുമാനം കംപ്ലീറ്റ് എടുക്കുന്നത്. പിന്നെ എന്താ പറയാ, നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് സജീവ. അതിന് കൂടാതെ നല്ലൊരു സുഹൃത്താണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇപ്പം ചിലപ്പോ 2-3 മാസം വിളിച്ചിട്ട് ചിലപ്പോൾ 3-4 മാസം വിളിച്ചിട്ടുണ്ടാകും. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന് മുത്തേ പിന്നെ ഞങ്ങളൊരു അരമണിക്കൂർ സംസാരിക്കും. അപ്പൊ ചിലപ്പോ ഒരു 3-4 മാസം അല്ലെങ്കിൽ 6 മാസം നമ്മൾ സംസാരിക്കാൻ
സംസാരിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും കറണ്ട് എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംസാരിക്കും. അല്ല, നമുക്ക് ഈ സിനിമയില് ഒരേ ജോലിയാണല്ലോ ഞങ്ങള് ഇത് പറഞ്ഞ പോലെ ഹീറോ സപ്പോർട്ടിംഗ് റോൾ ഇങ്ങനെ മാറി മാറി എല്ലാം ചെയ്യുന്ന ആൾക്കാര്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കോമൺ ആയിട്ട് നമ്മൾ ആക്ടിങ് ആണ്. അപ്പൊ നമ്മള് ഫേസ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും ആ കാലയളവിൽ നമ്മൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്തത്, ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. പിന്നെ കുറച്ചിരിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ നമുക്കറിയാം, ഇപ്പം സണ്ണിയോട് എന്ത് പറഞ്ഞാലും അത് എന്റെ സീക്രട്ടായിട്ട് തന്നെ ഇരിക്കും, അത് വെളിയിൽ പോവില്ല. അങ്ങനത്തെ ഫ്രണ്ട്സ് വേണമല്ലോ. അത് നമുക്ക് വളരെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. നമുക്ക് വിശ്വസിച്ച് യെസ് ഇതാണ് അത്. ഞാനോ സണ്ണിയോട് പറയേണ്ട ആവശ്യമില്ല, ഇത് ആരോടും പറയണ്ടോ ഇത് ഇങ്ങനെ ഒരു സംഭവം അത് പറയേണ്ട പോലും കാര്യമില്ല. അങ്ങനെയുള്ള കാര്യം പറയാനില്ല. പിന്നെ നമുക്ക് തന്നെ അറിയാമല്ലോ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇല്ലേ, പേഴ്സണൽ ലൈഫിൽ കുറച്ചുകൂടെ സംസാരിക്കും സണ്ണിച്ചൻ. ഈ ക്യാമറ കാണുമ്പോൾ സിനിമയിൽ സംസാരിക്കും. ഇതിന്റെ നടുക്കുള്ള ഞങ്ങളുടെ ക്യാമറയിലാണ് ഇയാൾ സൈലന്റ് ആവുന്നത്. എന്താണ് അങ്ങനെ? സണ്ണി ആക്ച്വലി അങ്ങനെ അധികം സംസാരിക്കാറില്ല കേട്ടോ. അല്ല, എന്നാലും ഇതിനേക്കാൾ സംസാരിക്കില്ലേ ഈ ഇന്റർവ്യൂല്? സൈലൻസ് ആക്ച്വലി നമ്മളൊന്നും ഇരിക്കുമ്പോ തന്നെ ഒരുപാട് സൈലൻസുകൾ ഫേസ് ചെയ്യാറുണ്ട് രണ്ടുപേരും. സീരിയസ്ലി ഞങ്ങള് മാക്സിമം 10 മിനിറ്റ് സംസാരിച്ചോ. പക്ഷെ പലപ്പോഴും ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുറെ റോൾസ് ചെയ്തിട്ടുണ്ടല്ലോ തുടക്കകാലത്തൊക്കെ. മറ്റേ എന്താ പറയാ, എന്ത് യൗവനായിരുന്നു, മറ്റേ തിളക്കുന്ന യൗവനോ അങ്ങനെയൊക്കെ ഒരു പരിപാടി ആയിരുന്നല്ലോ. അപ്പോൾ ശരിക്കും അത് കഴിഞ്ഞ് നേരെ സ്വിച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് സ്വിച്ച് ചെയ്യുന്ന ഒരു സാധനം വൈറൽ. അതുപോലെ മറ്റേ തിളക്കുന്ന ഒരു ഇതൊക്കെ ചെയ്തിട്ട് സഡൻ ആയിട്ട് ആ സ്വിച്ചിങ് നടക്കുന്ന ഒരു ഇൻട്രോവേർട്ട് ആണോ? ക്യാമറേന്റെ പുറകെ പോകുമ്പോ ചില കഥാപാത്രങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ ഭയങ്കര ഹൈ എനർജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ആ കഥാപാത്രത്തിലൂടെ കുറച്ച് സന്ദർശിക്കും. പക്ഷെ ബേസിക്കലി ആ കഥാപാത്രം ചെയ്തപോലെ അങ്ങനെയല്ല. ഫസ്റ്റ് പറയുകയാണെങ്കിൽ കുറച്ച് സൈലന്റ് ആണ്. പക്ഷെ നല്ല അടുത്തറിയുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ കുറെ നേരം സംസാരിച്ചിരിക്കും. അല്ലാതെ എനിക്ക് സണ്ണിയെ പറ്റി ഓർക്കുമ്പോഴത്തേക്കും ഈ പോക്കരി സൈമൺ സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ്. അപ്പം ഡബിൾ ഡോർ ക്യാരവനാണ്. ഒന്നിൻ്റെ അകത്ത് നെറുടി കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ, ഒന്നില് സണ്ണി. അപ്പൊ ഞാനും ഗ്രെഗറി പിന്നെ സണ്ണിയുടെ ക്യാരവൻ, നമ്മുടെ ക്യാരവനാണ്. കയറും, എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇറങ്ങൂല. പിന്നെ ഷോട്ടിന് ഞങ്ങൾ 3 കൂടെ ആയിരിക്കും പോകുന്നത്. തിരിച്ച് വീണ്ടും ഞങ്ങൾ കയറുന്നു. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്കൊരു ഉറക്കമുണ്ട് ഞങ്ങള്. ഡോണ്ട് ബിലീവ്, ഈ ക്യാരവനില് ഒരാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാം, 2 പേര് അത്രയും കംഫർട്ടല്ല. ഞങ്ങൾ 3 പേരും കൂടെ കിടക്കുന്ന അവസ്ഥ ഇങ്ങനെ കിടക്കുന്നു. ഒരാളുടെ തല അവിടെ, അവിടെ, ഒരാളുടെ തല അവിടെ. അതൊക്കെ ആവശ്യമുള്ളപ്പോ കിടക്കും. ഗ്രെഗറി ബിസ്ക്കറ്റിൽ നിന്നാണ് മറ്റേ ഞങ്ങൾ സ്റ്റണ്ട് എടുത്തോണ്ടിരിക്കുന്നു. അപ്പം ഞാനും ഗ്രിഗറിയൊക്കെ ഇടികൊണ്ടിട്ട് ഞങ്ങൾ താഴത്തൊക്കെ വീഴുന്നുണ്ട്. ആക്ച്വലി നമ്മൾ കൈ കുത്തുമല്ലോ. അപ്പോഴത്തേക്കും മറ്റേ ബേസിനില് മറ്റേ ഇത് ബിസ്ക്കറ്റ് കൊണ്ടുവന്നു പ്രൊഡക്ഷൻകാര്. അപ്പം ഞാൻ ഇങ്ങനെ കൈ പാൻറ്റിൽ തുറച്ചിട്ട് കഴിച്ചു. ഗ്രെഗറി എന്ത് ചെയ്തെന്ന് വെച്ചാല് തുടച്ചു. എന്നിട്ട് ബിസ്ക്കറ്റിന്റെ ഒരു ബിസ്ക്കറ്റിന്റെ മൂലയെ പിടിച്ചിട്ട് ആ പിടിച്ച സ്ഥലം വിട്ടിട്ട് ബാക്കിയെല്ലാം കഴിച്ചു. എന്നിട്ട് ഈ പിടിച്ച വശം കളഞ്ഞു. ഞാനിതിലൊന്നും പറയില്ല, ഞാനിതിലൊന്നും പറയില്ല. കാരണം ക്യാമറയ്ക്ക് പുറകിലുള്ളവർക്ക് ഞാൻ അങ്ങനെയാണ്. ആ ബിസ്ക്കറ്റ് ഞാൻ കൈ കഴുകാതെ കഴിക്കില്ലാത്തോണ്ട് ഞാൻ കുറ്റം പറയില്ല പുള്ളിയെ. ആദികേശവിയില്ലേ, അതിൽ ജോയിച്ചേട്ടൻ മാത്രമേ മലയാളിയുള്ളൂ, തെലുങ്കിൽ പോയി ചെയ്യുന്നു. പിന്നെ അതില് ഒരു വലിയൊരു വില്ലൻ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനൊക്കെ ഇല്ലേ? തെലുങ്ക് പോയപ്പോ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് ഒരു അക്ഷരം അറിയില്ല തെലുങ്ക്, ഒന്നും അറിയില്ല. കോമഡി എന്താന്ന് വെച്ചാ അത് ഇതിൽ പറയാമോ എന്ന് എനിക്കറിയില്ല. അവിടെ റെസ്പെക്ട്ഫുൾ ആയി വിളിക്കുന്ന ഒരു വാക്ക് ഇവിടെ ഭയങ്കര അതെ അതെ അറിയാം, എല്ലാവർക്കും അറിയാം, പറയണ്ട. അപ്പൊ ഞാൻ അത് കത്തില്ലേ? ഗുഡ് മോർണിംഗ് ഇങ്ങനെ. അപ്പൊ അതുവരെ ഞാൻ ചോദിച്ചിട്ട് ഇത്തിരി ഫോർമലായിട്ട്
ഞങ്ങളോട് കോംപ്ലിക്കേറ്റഡ് ആള് പറയുമ്പോ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും പിന്നെ ഓക്കെ അങ്ങനെയാണ് ഞങ്ങൾ സിങ്ക് ആയത്. പിന്നെ ജോജിച്ചേട്ടനായിരുന്നു എന്റെ ഒരു റിലീഫ് പോയിന്റ്. ബിക്കോസ് എനിക്ക് ഒരു അക്ഷരം അറിയില്ല ഇവര് പറയുന്നത് എന്താ, എവിടെ നമ്മൾ കൈ വെക്കണം, എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. അങ്ങനെ ഞാൻ ഇവര് എഴുതി തന്ന മറ്റേ ഇംഗ്ലീഷിൽ എഴുതി തന്ന പ്രൊണൗൺസ് ചെയ്ത് വോയിസ് നോട്ട് വായിക്കും. അങ്ങനെയൊക്കെ പഠിച്ചിട്ട് പോവാ. പിന്നെ ഇത് എന്താണെന്നൊരു ഐഡിയ ഇല്ല, ഒരു ചെറിയ ഐഡിയയിൽ എന്തൊക്കെയോ ചെയ്തു. പക്ഷെ അത് ആയിരുന്നു ഹാർഡസ്റ്റ് ഷൂട്ടിംഗ് ഓഫ് മൈ ലൈഫ്. ഒട്ടും ഞാൻ കണക്ട് ചെയ്ത് ചെയ്യാത്തൊരു ആക്ച്വലി. എനിക്കത് ഐ തിങ്ക് ഞാൻ കുറച്ചുകൂടെ ടൈം പ്രിപ്പയർ ചെയ്യാൻ എടുത്തിരുന്നെങ്കിൽ മേ ബി അത് വർക്ക്ഔട്ട് ആയേനെ. പക്ഷെ എനിക്കെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു ഡയലോഗ് വന്നതും ആ തലേ ദിവസം വൈകുന്നേരം അങ്ങനെയൊക്കെയായിരുന്നു. എനിക്ക് പ്രിപ്പറേഷനും അധികം സമയം കിട്ടിയില്ല. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. ഒരു ഈ മാത്യു നസ്ലനൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളെ തണ്ണീർമത്തൻ ടീം, ഇപ്പം ജാങ്കോ, ആ ടീം ഇപ്പോഴും അതേ ഒരു വൈബിൽ നിങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഫ്രീക്വന്റ് കോണ്ടാക്ട് മാത്രമാണോ? അത്രയും വൈബില്ല, നമ്മള് ഓരോരുത്തർ ബിസി ആവുന്നുണ്ട്. അതെ അതെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്തായാലും. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ ഇപ്പൊ പടങ്ങൾ എടുക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു പടം അവിടെ ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ ഞാൻ ഇത് കേട്ടിട്ട് അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്നല്ലോ. ഇല്ല, പടത്തിന്റെ എന്തെങ്കിലും പ്രൊമോഷൻ പരിപാടി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് പോസ്റ്ററൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ആധികാരികം. അപ്പോൾ എല്ലാവിധ ആശംസകളും വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. Thank you.